ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതായത് ഈ ക്ഷീണമുള്ളവർക്കും അതുപോലെ വിളർച്ചയുള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ നല്ല കളർ വയ്ക്കാനും നമ്മൾ ഈ ഒരു ലേഹ്യം കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 11 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് കുരു കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കുക്കറിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളി മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിലൊന്നുമല്ല നമ്മൾ ഉള്ളി വേവിക്കുന്നത്, തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലുമാണ് കൊടുത്തത്. മൊത്തത്തിൽ 3 വിസിലെടുത്തിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിലാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുകി വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി കല്ലും പൊടിയും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഇവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഒരുപാട് ചൂടിൽ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതേ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ അധികം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് വറ്റിച്ച് എടുക്കാം. അതെല്ലാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് അളവിൽ 250 ml അളവ് കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാനായിട്ട് പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 2 കപ്പ് അളവിൽ 1/2 കപ്പ് നമ്മൾ വേവിച്ചപ്പോഴും ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് ഈ ഒരു സമയത്തും. 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. മൊത്തത്തിൽ നമ്മൾ 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിനേക്കാളും ചെറിയൊരു തേങ്ങയാണ് ചെരുക്കിയിട്ട് അതിൻ്റെ പാൽ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പണി ചെയ്യണം, അതെല്ലാം പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ച് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി ഇപ്പോൾ ഇത് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. കുറച്ച് മധുരം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ഒരു ഹൈ ലെവലിലുള്ള മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം രീതിയിൽ മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു 150 ഗ്രാം അളവിൽ ശർക്കര എടുത്താൽ മതി കേട്ടോ. കാരണം ഉള്ളിക്ക് ഇത്തിരി മധുരം ഉണ്ട്, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന് മധുരമുണ്ട്. അപ്പോൾ ഈ ശർക്കരയും കൂടി ആയപ്പോൾ അത്യാവശ്യം മധുരം കൂടി വന്നിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 150 ഗ്രാം അളവിൽ ശർക്കര എടുത്താൽ മതി 3/4 കിലോ ഉള്ളിക്ക്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈമലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് തിരക്കുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറ്റിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ഇത് തിളച്ച് മറിഞ്ഞ് വരും. തിളച്ചിങ്ങനെ പൊന്തി നമ്മുടെ കൈമലേക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കണതൊക്കെ കുറേ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതേ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്ത് തനതായ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇതിപ്പോൾ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഒരു എണ്ണയൊക്കെ, അതായത് നെയ്യ് നമ്മൾ ഒഴിച്ചെടുത്ത് നെയ്യും പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു തിള വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ ഒരു രൂപമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലേഹ്യം ലേഹ്യം റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ആ ഒരു പൊടിയൊക്കെ അത് ആ ഒരു ഉള്ളിലേഹ്യത്തിൽ ആയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചില്ലുകുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടോ. നിറം വയ്ക്കാനും വിളർച്ച മാറാനും ബ്ലഡ് വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.